അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നാം ഏറെ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം, നമ്മളെ നാം ആക്കിയ, നമ്മളെ പഠിപ്പിച്ച് വലുതാക്കിയ, എന്തിനേറെ നമ്മളെ പെറ്റ് പോറ്റി വളർത്തി നമുക്ക് ആവശ്യമുള്ളതൊക്കെയും നമുക്ക് വാങ്ങിത്തന്ന്, നമുക്ക് ആവശ്യമുള്ളതൊക്കെയും നേടിത്തന്ന്, ഭക്ഷണം തന്ന്, നമുക്ക് വസ്ത്രങ്ങൾ വാങ്ങിത്തന്ന്, അനാരോഗ്യം വരുമ്പോൾ, രോഗാവസ്ഥയിലാകുമ്പോൾ നമ്മളോട് പോലും ചോദിക്കാതെ കൊണ്ടുപോയി കാണിച്ച്, നമ്മളോട് പോലും ചോദിക്കാതെ നമുക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ വാങ്ങിത്തന്ന്, നമ്മളെ പരിചരിച്ച് നമ്മളെ ഈ കോലത്തിൽ എത്തിച്ചു തന്ന നമ്മുടെ മാതാപിതാക്കൾ. ഏതൊരു മനുഷ്യനും നമ്മൾ നന്നായി ചിന്തിക്കുക. നമ്മുടെ പുതുതലമുറകള്, മക്കള് വളരെയേറെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ പെറ്റു വളർത്തിയ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ അമ്മ, മാതാവ് എന്ന് പറയുന്നത്, നമ്മൾ ഈസ്റ്ററിനും അതുപോലെ തന്നെ ക്രിസ്മസ് വന്നാൽ, ഓണം വന്നാൽ, പെരുന്നാളുകൾ വന്നാൽ ഇതിനൊക്കെ നമ്മൾക്ക് ലീവുകളുണ്ട്, നമ്മളത് അടിച്ചു പൊളിക്കുന്നുണ്ട്, നമുക്കന്ന് ഹാപ്പിയാണ്, ഒന്നും എവിടെയും പോകണ്ട, പണിക്ക് പോകണ്ട, നമുക്ക് ഇഷ്ടം പോലെ എന്തും ചെയ്യാം. എന്നാൽ ഏത് ഈസ്റ്റർ ആയാലും പെരുന്നാളായാലും ഓണമായാലും മറ്റ് ഏത് അവസരങ്ങൾ വന്നാൽ പോലും ഒരു ദിവസം പോലും മാറി നിൽക്കാൻ പറ്റാതെ സദാസമയവും യന്ത്രം വർക്ക് ചെയ്യുന്നത് പോലെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്ന, ഒരിക്കലും അവധിയില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, നമ്മുടെ മാതാവ്, നമ്മുടെ അമ്മ, ഉമ്മ എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും ഒരു നിമിഷം പോലും ഞാൻ നിനക്ക് ഭക്ഷണം തന്നില്ലേ, എൻ്റെ കൂലി കൊണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ നിന്നെ ചെറുപ്പത്തിലെ കുളിപ്പിച്ച് വൃത്തിയാക്കിയ ആളാണ്, ഞാൻ നിന്നെ ചെറുപ്പത്തിലെ എടുത്ത് പോറ്റി വളർത്തി നിനക്ക് പാല് തന്ന്, നിന്റെ ഓരോ നിമിഷങ്ങളും കണ്ടറിഞ്ഞ് നോക്കിയറിഞ്ഞ് നിന്നെ ശുശ്രൂഷിച്ച, വളരെയേറെ പക്വമായി നിന്നെ പെറ്റ് പോറ്റി വളർത്തി വലുതാക്കിയ എനിക്ക് നീ എൻ്റെ കൂലിത എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത, നമ്മൾ ലീവ് എടുത്ത് നമുക്ക് ആഘോഷിക്കേണ്ട സമയം വരുമ്പോൾ പോലും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ആ എരുത്തിയുടെ മുന്നിൽ നിന്നുകൊണ്ട് വിയർത്തു കുളിച്ച് തൻ്റെ ശരീരം നമുക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ച ആ ഉമ്മ അല്ലെങ്കിൽ അമ്മ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഒരിക്കലും നന്നാവില്ല. ആ ഉമ്മയുടെ, ആ മാതാവിൻ്റെ കണ്ണിൽ നിന്നും ഒരിറ്റ് കണ്ണുനീർ എൻ്റെ ഒരു നോട്ടം കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു വാക്കുകൊണ്ട്, എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് കണ്ണിൽ നിന്നും ഒരു തുള്ളി താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടും പറയാം, നശിച്ചു പോയി. നമുക്ക് നന്നാവാൻ കഴിയില്ല. നിനക്കിനി നന്നാവണോ? നീ നിന്റെ മാതാവിനോട്, നിന്റെ അമ്മയോട്, നിന്റെ പിതാവിനോട്, ബാപ്പയോട്, അച്ഛനോട് നീ കാലിൽ വീണ് കേണിട്ട് പറയണം, അച്ഛ അല്ലെങ്കിൽ ഉമ്മ, ബാപ്പ, ഞാൻ ചെയ്തു പോയ ഏതെങ്കിലും പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് വേദന വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. ആ പൊരുത്തം അവർ തരാത്തിടത്തോളം കാലം ഒരിക്കലും ഞാനോ നിങ്ങളോ നന്നാവാൻ പോകുന്നില്ല, രക്ഷപ്പെടാൻ പോകുന്നില്ല. അൽ ജന്നത്തു തഹ്ത അഖദാമിൽ ഉമ്മഹാത്ത്. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു വലിയൊരു വാചകമാണ്. അൽ ജന്ന, സ്വർഗം എന്ന് പറയുന്നത് തഹ്ത അഖദാമിൽ ഉമ്മഹാത്ത്, നിന്റെ ഉമ്മയുടെ മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിലാണ് എന്ന്. എന്താ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ? അവരുടെ പൊരുത്തത്തിലാണ്. നിന്റെ ഉമ്മയുടെ, നിന്റെ മാതാവിന്റെ, നിന്റെ അച്ഛന്റെയും അമ്മയുടെയും പൊരുത്തത്തിലാണ് നിന്റെ സ്വർഗം എന്ന് പറയുന്നത്. നീ ഈ കാണുന്ന നിന്റെ കൂട്ടുകാരൊന്നിച്ച് മാത്രമുള്ള ഉല്ലസിക്കലല്ല, നിനക്ക് തോന്നിയതുപോലെ മാത്രം ജീവിച്ച് അർമാദിക്കലല്ല നിന്റെ സ്വർഗം എന്ന് പറയുന്നത്. നിന്നെ പെറ്റു വളർത്തിയ, നിന്നോട് പോലും സമ്മതം ചോദിച്ചിട്ടല്ല, നിന്റെ ആവശ്യങ്ങൾ ചോദിച്ചിട്ടല്ല അവർ നിന്നെ വളർത്തിയത്. നിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞാണ് നിനക്കെല്ലാം ചെയ്തു തന്നത്. വലുതായപ്പോ
ആ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഉമ്മയും ബാപ്പയും ഒന്നിനും കൊള്ളാത്തവര്, അവരെപ്പോഴെങ്കിലും ശകാരിച്ചതിന്റെ പേരിൽ, അവരെപ്പോന്ന് ദേഷ്യം പിടിച്ചതിന്റെ പേരിൽ, നമ്മിൽ കണ്ടതായ തെറ്റുകളുടെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ അത് നേരെയാക്കാൻ വേണ്ടി ഉപദേശിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ നിന്നെ ഒന്ന് നേരെയാക്കണമെന്ന് കരുതി ജസ്റ്റ് ഒന്ന് ദേഷ്യം പിടിച്ചതുപോലെ നിൽക്കാമെന്ന് കരുതി മുഖമൊന്ന് തിരിച്ച് കുറച്ച് നടന്നതിന്റെ പേരിൽ ആ ഉമ്മയെയും അമ്മയെയും ബാപ്പ, ആ മാതാപിതാക്കൾ വെറുത്ത് നടക്കുന്ന എത്രയോ മക്കൾ നന്നാവില്ല. നന്നാവണോ? ആ മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിൽ നീ വീഴണം, അവരോട് മാപ്പിരക്കണം. അവർ നിനക്ക് മാപ്പ് തരാത്തിടത്തോളം കാലം അത് ചിന്തിക്കണം. മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിന്റെ പൊരുത്തം എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു തആല വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പൊരുത്തം അത് മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. അത് നഷ്ടപ്പെട്ടാൽ ആ ദൈവത്തിന്റെ അള്ളാഹുവിന്റെ പൊരുത്തവും നഷ്ടപ്പെട്ടു. സൂക്ഷിക്കുക. നമ്മുടെ ഒരു പ്രവർത്തനം കൊണ്ട്, ഒരു വാക്കുകൊണ്ട്, ഒരു നോട്ടം കൊണ്ട് പോലും നമ്മളെ പെറ്റ, നമ്മളെ പോറ്റി വളർത്തിയ ആ മാതാപിതാക്കളെ ഒരു സെക്കൻഡ് പോലും വേദനിപ്പിക്കരുത്. ആ വേദന നമുക്കൊരിക്കലും മായ്ച്ചു കളയാൻ കഴിയില്ല. കാരണം അവർ സഹിച്ച വേദനയുടെ 1000-1 പോലും നമ്മൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ല, അനുഭവിക്കുകയുമില്ല. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ.